ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രോത്തുകാരുടെ തകർച്ചയൊന്നുമല്ല, പണമാണ് എൻ്റെ ലക്ഷ്യമെന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, പണത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്തത് എന്നെല്ലാം പ്രകാശ് പറയുമ്പോൾ, എങ്കിൽ പറ എത്ര പണമാണ് വേണ്ടത്, അതിന് എത്ര കോടിയാണെങ്കിലും എൻ്റെ അമ്മ തരുമെന്നെല്ലാം ഋഷി പറയുമ്പോൾ, മറ്റൊരു പ്രശ്നമുണ്ട്, എത്ര പണമാണ് വേണ്ടതെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ കളിയിൽ എനിക്ക് മുകളിൽ മറ്റൊരാൾ കൂടിയുണ്ട്. ഇവിടെ ഞാൻ നിൻ്റെ ബോസാണെങ്കിൽ എനിക്ക് മുകളിൽ മറ്റൊരു ബോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. നിന്നെയും നന്ദിനെയും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ബോസാണ്. അത് ഞാൻ അനുസരിച്ചു. തുക എത്രയാണെന്ന് ബോസ് പറയുമെന്നും പ്രകാശ് പറയുന്നു. നിങ്ങൾ 2 പേർക്കുള്ള പണം ഞാൻ തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഋഷി. ഇതേ സമയം ഗുണ്ടകൾ വന്നിട്ട് നന്ദന തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ബോധരഹിതനായി കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നന്ദൻ്റെ അടുത്തെത്തുന്ന പ്രകാശ് ബോധം കെട്ട് കിടക്കുന്ന നന്ദനെ എഴുന്നേൽപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നന്ദനെ എഴുന്നേൽക്കുന്നില്ല. ഇന്നലെ രാത്രി മുതൽ നല്ല പനിയുണ്ടെന്നും അതിനുള്ള ടാബ്ലറ്റ് കൊടുത്തു, പ്രഷർ കൂടുമെന്ന് പറഞ്ഞിരുന്നു എന്നെല്ലാം നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗുണ്ടകൾ പ്രകാശിനെ അറിയിക്കുന്നു. തുടർന്ന് പ്രകാശ് നന്ദൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നുണ്ടെങ്കിലും നന്ദൻ കണ്ണു തുറന്ന് പെട്ടെന്ന് ചോര ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്നെല്ലാം ഗുണ്ടകൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല എന്നും ഡോക്ടർ ഇങ്ങോട്ടേ വിളിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് ഡോക്ടറെ വിളിക്കുന്നു. ഇതിനിടയിൽ പ്രഭാവതി ദേവികയെ വിളിച്ചിട്ട് മുകുന്ദപുരം ക്ഷേത്രത്തിൽ നാളെ നന്ദൻ്റെ പേരിൽ വഴിപാടുകളും പൂജയൊക്കെ പറഞ്ഞിരുന്നു എന്നും, പക്ഷേ എനിക്കിപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമല്ല. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു വീഴും. അതുകൊണ്ട് ദേവിക നാളെ പോയി നന്ദൻ്റെ പേരിലുള്ള വഴിപാടുകളും പൂജയും കഴിപ്പിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ഞാൻ നാളെ ചന്ദ്രോത്ത് വരാം, നമുക്ക് ഒരുമിച്ച് പോകാം എന്നെല്ലാം ദേവിക പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിക്കരയാണ്. അമ്മ വിഷമിക്കാതിരിക്കുക, നന്ദ ഉടനെ തന്നെ നമ്മുടെ മുന്നിലെത്തും, ദൈവം നമ്മുടെ മുന്നിൽ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പ്രഭാവതിയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഡോക്ടർ എത്തുകയാണ്. അപ്പോൾ ഡോക്ടർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകാശ് മുഖം പാതി മറയ്ക്കുന്നുണ്ട്. ഡോക്ടറെ ആണെങ്കിലും കണ്ണ് കെട്ടിക്കൊണ്ടുമാണ് വരുന്നത്. അപ്പോൾ നന്ദൻ്റെ മുന്നിലെത്തിയതിന് ശേഷമാണ് ഡോക്ടറുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത്. തുടർന്ന് എന്ത് പറ്റിയതാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഇന്നലെ മുതൽ നല്ല പനിയുണ്ടെന്ന് പറയുന്നുണ്ട് പ്രകാശ്. ഏതായാലും അത് സിദ്ധാർത്ഥൻ്റെ മകൻ MLA ദേവികയുടെ ഭർത്താവാണ് എന്ന് നന്ദനെ കാണുന്നതും ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ നന്ദനെ പരിശോധിക്കുന്നു. തുടർന്ന് ഇയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നു എന്നെല്ലാം ഡോക്ടർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ആൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. തുടർന്ന് ഞാൻ ചില മരുന്നുകൾ തരാം, മരുന്നുകൊണ്ട് ഇത് മാറിയില്ല എങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് ഡോക്ടർ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഡോക്ടർ ഇവിടെ വന്ന് പരിശോധിച്ചാൽ മതി എന്ന് പ്രകാശ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ബ്ലഡാണ് ഒമിറ്റ് ചെയ്തിരിക്കുന്നത്, മരുന്നുകൊണ്ട് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേ തീരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. പിന്നെ ഡോക്ടർ നന്ദന് കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം എഴുതി കൊടുക്കുന്നു. ശേഷം പ്രകാശ് ആരെയോ ഫോണിൽ വിളിച്ചിട്ട് ഡോക്ടർ വന്നിരുന്നു എന്നും അയാൾ പക്ഷേ നന്ദനെ ഐഡൻറ്റിഫൈ ചെയ്തോ എന്നൊരു സംശയം, അയാളത് സമ്മതിച്ചിട്ടില്ല എങ്കിലും അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കത് വ്യക്തമായി, അയാൾ പണി തരുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്നെല്ലാം ആരെയോ വിളിച്ച് പറയുമ്പോൾ, ഡോക്ടർ നന്ദനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പുറത്തു പോയി പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. നന്ദൻ എവിടെയുണ്ടെന്നുള്ള കാര്യം അവൻ അയാൾ ദേവികയെയും സിദ്ധാർത്ഥനെയൊക്കെ വിളിച്ചറിയിക്കും, അതൊരിക്കലും ഉണ്ടാവില്ല, നമ്മുടെ ഈ രഹസ്യം ആരും അറിയാൻ പോകുന്നില്ല എന്ന് തന്നെ തിരിച്ച് അയാളും പറയുന്നുണ്ട്. അങ്ങനെ പുറത്തെത്തുന്ന ഡോക്ടർ ദേവികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് MLA ദേവികമ്മയുടെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മുഖം പകുതി മറിച്ച് ഒരാൾ വന്നിട്ട് ഡോക്ടറെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. മാത്രമല്ല ഡോക്ടറെ നന്ദനെ കണ്ട വിവരം അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അപകട മരണം ആണെന്ന് വരുത്തി തീർത്തി അവിടെ ഇട്ട് കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. ആ മുഖം പകുതി മറിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, ത്യാഗരാജനാണ്. നേരത്തെ തന്നെ ഋഷിയെ കിഡ്നാപ്പ് ചെയ്തതിന് പിന്നിൽ ത്യാഗരാജനാണോ എന്നുള്ളൊരു സംശയം അരുന്ധതി CPയോട് പറഞ്ഞിരുന്നു. പക്ഷേ CP ത്യാഗരാജനെ കുറിച്ച് അന്വേഷിച്ച് വിവരം പറഞ്ഞത് അയാളിപ്പോൾ ബോംബെയിലാണ് എന്നും അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നൊക്കെയാണ് CP പറഞ്ഞിരുന്നത്. ഏതായാലും അതേ ത്യാഗരാജനും പ്രകാശും തമ്മിലുള്ള ഒരു ഒത്തുകളി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവർ തന്നെയാണ് നന്ദനെയും ഋഷിയെയും കിഡ്നാപ്പ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്. പിന്നീട് ത്യാഗരാജൻ പ്രകാശിനെ കാണാനായിട്ട് ചെല്ലുന്നു. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നും അരുന്ധതിയിൽ നിന്നും ചോദിക്കുന്ന പണമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ അവർ 2 പേരും കൈകൊടുക്കുന്നു. പിന്നീട് ന്യൂസിൽ നിന്നും ഡോക്ടറുടെ മരണത്തെക്കുറിച്ച് അറിയുന്ന ദേവിക ശാരികയോടും രാധികയോടായിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു എന്നും
ഡോക്ടർ എന്തോ എന്നോട് പറയാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഡോക്ടറുടെ ഫോൺ ഓഫായി. തിരിച്ചു വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഡോക്ടറുടെ മരണം ഒരു അപകട മരണം അല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നെല്ലാം ദേവിക പറയുന്നുണ്ട്. തുടർന്ന് എന്തായിരിക്കും ഡോക്ടറിനോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് ദേവിക ചോദിക്കുമ്പോൾ ഇനി നന്ദേട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമായിരിക്കുമെന്ന് ശാരികയും പറയുന്നു. ഇനിയാണ് പ്രകാശ് നന്ദിന് വേണ്ടിയിട്ടുള്ള ആ മരുന്ന് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ത്യാഗരാജൻ കൊന്നുകളഞ്ഞ ഈ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ടാണ് പ്രകാശ് ചെല്ലുന്നത്. മാത്രമല്ല ഡോക്ടറുടേത് വേറൊരു സാധാരണ അപകട മരണമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പോലീസ് തലത്തിൽ. അതുകൊണ്ട് തന്നെ മരിച്ച ഡോക്ടർ അവസാനമായിട്ട് ആരെയാണ് ചികിത്സിക്കാൻ പോയത് എന്നുള്ള രീതിയിലൊക്കെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നന്ദൻ എവിടെയുണ്ടെന്നുള്ള ഒരു കാര്യം പുതിയ പോലീസ് ടീമിന് നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്